ശ്രീജിത്ത് പണിക്കർ, ഈ വർഷം ജനുവരി 14-ാം തീയതി ED ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ്. അതിൽ പറഞ്ഞിട്ടുള്ളതാണ് കരുവന്നൂർ ബാങ്കിൽ CPM-ന് 5 അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ CPM-ന് മെമ്പർഷിപ്പ് ഇല്ല കരുവന്നൂർ ബാങ്കിൽ. അപ്പോൾ സഹകരണ നിയമത്തിനെതിരായിട്ടും അതുപോലെ തന്നെ കമ്പനി ബാങ്കിന്റെ ബൈലോയ്ക്ക് വിരുദ്ധവുമായിട്ടാണ് ഇത്തരം അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല, ഈ അക്കൗണ്ടുകൾ വഴി ഈ ഭൂമി ഇടപാടുകളുടെ പണം വന്നിരുന്നു, അതുപോലെ തന്നെ ലെവി വന്നിരുന്നു, പാർട്ടി ഓഫീസുകൾക്കുള്ള പണം വന്നിരുന്നു. അങ്ങനെ ഒട്ടേറെ ഇടപാടുകൾ ഈ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ED ഹൈക്കോടതിയെ അറിയിച്ചതാണ്. ഇപ്പോൾ അറിവാകുന്ന വിവരം, ED ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആദായനികുതി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്, റിസർവ് ബാങ്കിനെയും അറിയിച്ചിട്ടുണ്ട്. അതും ജനുവരി മാസത്തിൽ തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി അധികം വൈകാതെ തന്നെ ഈ ഏജൻസികളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പക്ഷേ എന്നിട്ടും നടപടികൾ വൈകുകയാണോ? ഇതിനകം തന്നെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിക്കുവാനുള്ള സമയമുണ്ടായിരുന്നുവല്ലോ. ശ്രീ മഞ്ജുഷ്, ഈ വിഷയത്തിൽ എന്തെങ്കിലും താമസിച്ചു അല്ലെങ്കിൽ വൈകിപ്പിച്ചു എന്ന രീതിയിലത്തേക്ക് ഞാനതിനെ കരുതുന്നില്ല. നമ്മൾ ഈ ഒരു സമയത്ത് രാജ്യത്താകെ പല സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ബോണ്ട് സമാഹരിക്കുന്നത് എന്നും അങ്ങനെ അവരുടെ ഒരു നിക്ഷേപമായിട്ട് അവരതിനെ കരുതുന്നത് എന്നും അതിലുള്ള ട്രാൻസ്പെറൻസി എത്രത്തോളം ഉണ്ട്, ആരാണ് ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ പാർട്ടികളെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ കാര്യത്തിലൊരു വൺ അപ്പ് മാൻഷിപ്പ് കളിക്കുന്ന ചുരുക്കം ചില പാർട്ടികളിൽ ഒന്നാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ആശയപരമായിട്ട് അവർ തെരഞ്ഞെടുപ്പ് ബോണ്ടിന് എതിരാണ്. അത് വാങ്ങിയിരിക്കുന്ന എല്ലാ പാർട്ടികളെയും അവർ ഒരേപോലെ തന്നെ എതിർക്കുന്നുണ്ട്. അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റു പാർട്ടികളായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വളരെ സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഞങ്ങൾക്ക് കള്ളപ്പണമില്ല. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് തന്നെ കള്ളപ്പണമാണ് എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഈ കരുവന്നൂർ ബാങ്കിലാണെങ്കിലും മറ്റുള്ള സഹകരണ ബാങ്കുകളിൽ നിന്നാണെങ്കിലും അവരുടേതായിട്ടുള്ള അക്കൗണ്ട് യാതൊരു വിധത്തിലുള്ള റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യാതെ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് അംഗത്വമില്ലാതെ അവിടെ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുറക്കുന്നു, സഹകരണ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. തന്നെയുമല്ല, അതുവഴി പാർട്ടിയുടെ പണം ചില ഉന്നതരായിട്ടുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഗുരുതരമായ കണ്ടെത്തൽ EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു സംവിധാനത്തിനെ അത് കോൺസ്റ്റിറ്റ്യൂഷനിലല്ല എന്ന് കോടതി കണ്ടെത്തിയപ്പോൾ ആ കാര്യത്തിൽ എല്ലാവരെയും വിമർശിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ വെട്ടിലാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ വൈരുദ്ധ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം നടക്കുന്നു, മറ്റ് ഏജൻസികളുടെ എല്ലാം അന്വേഷണം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിനോട് പ്രത്യക്ഷത്തിൽ സഹകരിക്കാത്ത ഒരു പാർട്ടിയാണ് CPM എന്ന് നമുക്ക് പറയാം. കാരണം പല നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ അവരുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള പല ആൾക്കാർക്കും ഇതേപോലെ ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുണ്ട്. ഇനിയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലർക്കും സമൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സഹകരണ മേഖലയിലുള്ള കരുവന്നൂർ ബാങ്ക് പോലെയുള്ള പല ബാങ്കുകളെയും എങ്ങനെയാണ് CPM അവരുടെ ഒരു മൃഗീയമായിട്ടുള്ള ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ധനമന്ത്രാലയത്തെയും RBIയെയും അറിയിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അതിനോട് പ്രതികരിച്ചത് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇതിൽ കണ്ട് ഞങ്ങളൊന്നും പേടിക്കാൻ പോകുന്നില്ല എന്നുമാണ്. പക്ഷേ അവിടെ നിക്ഷേപകരുടെ പണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ 4 പേർക്ക് ജീവൻ നഷ്ടമാവുകയുണ്ടായി. ഈ പണം തിരികെ കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യയുണ്ടായി, ചികിത്സ കിട്ടാതെ മരണമുണ്ടായി. ഇതൊക്കെ നടന്നിട്ടും അവിടെ കരുവന്നൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ CPM പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തോ കേന്ദ്ര ഏജൻസികളെ വെച്ച് എന്തോ കാട്ടിക്കൂട്ടുന്നു എന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജനുവരി 14-ന് കൊടുത്ത സത്യവാങ്മൂലം അതേ സത്യവാങ്മൂലം തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കത്തിന്റെ രൂപത്തിൽ ഈ ഏജൻസികൾക്കും നൽകിയിട്ടുണ്ടാവുക. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് മെനി അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് യൂട്ടിലൈസ്ഡ് ഫോർ കളക്ഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് ലേറ്റർ ക്ലോസ്ഡ് ടു അവോയ്ഡ് ടാക്കിംഗ് ബൈ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് ഓർ ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഫർദർ ഇറ്റ് ഈസ് prima facie revealed that these accounts, deposits and assets like party local offices are not declared in the audited financial statements of the CPM party at the district level or state level or national level and have also violated the election commission guidelines on the declaration of accounts by political parties. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ അക്കൗണ്ടുകൾ, അത് ഈ കരുവന്നൂർ ബാങ്കിലെ അക്കൗണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ അക്കൗണ്ടുകളും പൂട്ടിക്കത്തക്ക രീതിയിലുള്ള വയലേഷൻ അല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ?
തീർച്ചയായിട്ടും. കാരണം സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലെ ഏറ്റവും വലിയൊരു ജയന്റ് എന്ന് വിളിക്കാവുന്നത് CPM-നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ നിയമങ്ങളാണ് അവർക്ക് ബാധകമായിട്ടുള്ളത് എന്നതിനെപ്പറ്റി അവർക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. എങ്കിലും ആ ബോധ്യത്തിന് അപ്പുറത്തേക്ക് മറികടന്നുകൊണ്ട് കരുവന്നൂർ ബാങ്കിലായിക്കോട്ടെ മറ്റുള്ള സഹകരണ ബാങ്കിലായിക്കോട്ടെ പാർട്ടി ഇതേപോലെ അക്കൗണ്ടുകൾ തുറക്കുകയും അത് പല കാര്യങ്ങൾക്കായിട്ട് അതിനെ ഉപയോഗിക്കുകയും അതുപയോഗിച്ച് തന്നെ അപ്ലൈ ചെയ്തില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ലോൺ ഡിസ്ബേഴ്സ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. CPM-ന്റെ എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടോ പൂട്ടിക്കുന്നതിന് വേണ്ടിയിട്ടോ മതിയായിട്ടുള്ള കാരണവുമാണ്. ഇവിടെ ശ്രീ MV ഗോവിന്ദന്റെ പ്രസ്താവനയെ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയപ്പെട്ട ഒരാളിന്റെ ഒരു പ്രതികരണം എന്ന രീതിയിലത്തേക്ക് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹം ഇത് പറഞ്ഞു വരുന്ന സമയത്ത് തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ കരാളഹസ്തം പ്രയോഗിക്കുകയാണ് തുടങ്ങിയ രീതിയിലത്തേക്കുള്ള പല കാര്യങ്ങളും പറയുന്നു. അതേപോലെ കേരളത്തിൽ നടത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പാവില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. അത് ഭയപ്പെട്ട ഒരാളിന്റെ പ്രതികരണമാണ്. അതല്ല എങ്കിൽ ആ നിലയ്ക്കൊന്നും കടന്ന് അദ്ദേഹത്തിന് പറയേണ്ടുന്ന കാര്യമില്ല. തന്നെയുമല്ല, ഡൽഹിയിലെ മുഖ്യമന്ത്രിക്ക് നേരെ നടക്കുന്ന ഒരു അന്വേഷണം കേരളത്തിൽ ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അന്വേഷണം വരുന്ന സമയത്ത് ഇവിടെയുള്ള മുഖ്യമന്ത്രിയിലേക്ക് അതിനെ പ്രൊജക്ട് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഊഹത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭയപ്പാടോടുകൂടി CPM പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ പുതിയൊരു കാര്യമാണെന്ന് നമുക്ക് പറയാം. കാരണം ഈ രീതിയിലത്തേക്കുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന രീതിയിലത്തേക്ക് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ജനുവരി മാസത്തിലൊക്കെ തന്നെ കണ്ടെത്തിയിരുന്ന ചില കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഒരു 2 മാസം കഴിയുന്ന സമയത്തേക്ക് ഇത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന രീതിയിലത്തേക്ക് അതിനെ വീണ്ടും വരികയും വീണ്ടും കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് അതും ജില്ലാ നേതാക്കൾക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അനന്തര നടപടികളിലേക്ക് അവർ കടക്കുന്ന സമയത്ത് ഇവർക്കുള്ളത് ഭയമാണ്. ഇവിടെ ശ്രീ MV ഗോവിന്ദൻ ഇങ്ങനെ വെറുതെ ന്യായീകരിക്കുന്നതിന് പകരം പാർട്ടിക്ക് ഇങ്ങനെ അക്കൗണ്ട് ഇല്ല എന്ന് മാത്രം പറയുന്നതിന് പകരം ഈ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് പറയേണ്ടത്. അത് അദ്ദേഹം പറയുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പാർട്ടി കണ്ടെത്തിയ കാര്യങ്ങൾ എങ്ങനെ പറയാനാണ്? കാരണം പാർട്ടി ഇവിടെ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ, അല്ലെ ശ്രീജിത്ത് പണിക്കർ? മാത്രമല്ല, പാർട്ടി എന്നല്ല ഒരു ഏജൻസിയും ഏതൊക്കെ ഏജൻസി അന്വേഷിച്ചോ അത് സഹകരണ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ചപ്പോൾ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതെ, ആ വിഷയത്തിനെ പറ്റി ക്രമക്കേട് നടന്നിട്ടില്ല എന്ന രീതിയിലത്തേക്കോ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ആരോപണത്തിൽ നിന്ന് മുക്തരാകേണ്ടത് എന്നതിനെ പറ്റിയോ പ്രതികരിക്കാനായിട്ട് ശ്രീ ഗോവിന്ദന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഏതെങ്കിലും 1-2 നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അറസ്റ്റ് നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ തള്ളി പറയുക എന്നതുകൊണ്ട് പാർട്ടി സംശുദ്ധമായി എന്ന രീതിയിലത്തേക്കാണ് ഇവരെല്ലാവരും തന്നെ പൊതുവെ പ്രതികരിച്ച് കാണുന്നത്. ഞാൻ പറയുന്നത് അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി വാർത്ത കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് CPM-ന് അവരുടെ രോമത്തിൽ പോലും സ്പർശിച്ചിട്ടില്ലല്ലോ എന്ന രീതിയിലുള്ള പ്രതികരണമാണല്ലോ സംസ്ഥാന സെക്രട്ടറി നടത്തുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയ്ക്കപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ്, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ED-യുടെ ഭാഗത്തു നിന്ന് ഇതിന്റെ തുടരന്വേഷണം നടക്കുന്ന സമയത്ത് CPM-ന്റെ പല ഉന്നതന്മാരിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരിടപെടലും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു ഡീലും ഉണ്ടായിട്ടില്ല എങ്കിൽ ആ രീതിയിൽ തന്നെ അന്വേഷണം പോകേണ്ടതാണ്. കാരണം കരുവന്നൂർ ബാങ്ക് കാരണം കഷ്ടത അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട്.